بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، أيها الإخوة، كتاب توحيد شيخ الإسلام محمد ابن عبد الوهاب رحمه الله എഴുതിയ ഈ മഹത്തായ കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിലെ മൂന്നാമത്തെ ബാബ്, മൻ ഹഖഖ തൗഹീദ ദഖല അൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. തൗഹീദ് തഹ്ഖീഖ് നടത്തിയ ആളുകൾ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ 13ാമത്തത്, അതിലെ മസാലകളിൽ, ആയത്തുകൾക്കും ഹദീസുകൾക്കും ശേഷമുള്ള മസാലകളിൽ 13ാമത്തത് ഖില്ലതു മൻ ഇസ്തജാബ ലിൽ അംബിയാ. ഖില്ലത്ത് കസറത്തിന്റെ വിപരീതമാണ് ഖില്ല, കുറവ്. മൻ ഇസ്തജാബ ലിൽ അംബിയാ, അല്ലാഹുവിന്റെ നബിമാർക്ക് അലൈഹിമുസ് സ്വലാത്തു വസ്സലാം അവർക്ക് ഉത്തരം നൽകിയ ആളുകളുടെ കുറവ്, അവരുടെ എണ്ണം വളരെ കുറവാണ്. അത് നേരത്തെ പഠിച്ച ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു, ഒരു നബിയുടെ കൂടെ വളരെ കുറച്ച് ആളുകൾ, വേറെ ഒരു നബിയുടെ കൂടെ 1-2 ആളുകൾ, മറ്റൊരു നബിയുടെ കൂടെ ആരുമില്ല. 14ാമത്തത് അന്നമൻ ലം യുജിബ്ഹു അഹദുൻ യഅതി വഹ്ദഹു. അന്നമൻ ലം യുജിബ്ഹു അഹദുൻ, ഏതൊരു നബിക്കാണോ ലം യജിബ്ഹു ഉത്തരം നൽകിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല, അഹദുൻ ഒരാളും, അങ്ങനെയുള്ള നബി അള്ളാഹു എന്ത് ചെയ്യും? യഅതി വഹ്ദഹു, അദ്ദേഹം, ആ പ്രവാചകൻ ഒറ്റയ്ക്ക് വരും. അള്ളാഹു ആ നബിയെ പരലോകത്ത് ഒറ്റയ്ക്ക് കൊണ്ടുവരും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി. ആരുമില്ലേ, ഒറ്റയ്ക്ക് വന്നാൽ മതി. ഇത് നബിമാരുടെ ദഅവത്ത് പൂർത്തിയായിട്ടുണ്ട്. ജനങ്ങൾ സ്വീകരിക്കാത്തത് ഒരിക്കലും അവരുടെ കുറ്റമല്ല, അത് ജനങ്ങളുടെ തെറ്റാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് നബിമാരുണ്ട് ഖുർആനിൽ. അവരുടെ പലരുടെയും ഖൗമിന്റെ ചരിത്രവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അധിക പേരുടെയും, ഏകദേശം എല്ലാവർക്കും തന്നെ ഉത്തരം നൽകിയ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അല്ലാഹു പറഞ്ഞു തരാത്ത ഒരുപാട് നബിമാരുണ്ട്, ഒരുപാട് സമുദായങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. പല നാടുകളിൽ പല കാലത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ഒരുപാട് സമുദായങ്ങളുണ്ട്. 15ാമത്തത് സമറത്തു ഹാദൽ ഇൽം. ഈ ഇൽമിന്റെ സമറ എന്ന് പറഞ്ഞാൽ ഫലം. ഈ ഇൽമു കൊണ്ട് നമുക്കൊരു ഫലമുണ്ട്, നമുക്കൊരു ഗുണപാഠം ലഭിക്കും. എന്താണത്? വഹുവ അദമുൽ ഇഗ്തിറാരി ബിൽ കസ്റ. ഖില്ലത്തിന്റെ വിപരീതമാണ് കസ്റ, ഒരുപാടുണ്ടാകുക എന്നതുകൊണ്ട് ഇഗ്തിറാറാകാതിരിക്കുക. ആദം എന്നത് ഒന്നിനോട് ചേർത്ത് വന്നാൽ അത് ഇല്ലാതാകുക എന്നാണ് അർത്ഥം. ആദമുൽ അഖ്ൽ, ആദമുൽ ഈമാൻ ഇല്ലാതിരിക്കുക, ആദമുൽ ഇൽമ് ഇല്ലാതിരിക്കുക. ആദമുൽ ഇഗ്തിറാർ എന്ന് പറഞ്ഞാൽ ഗറ, വഞ്ചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ശൈത്താന്റെ പേരുണ്ടല്ലോ, അൽ ഗറൂർ, പരമവഞ്ചകൻ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, നിങ്ങൾ ആ ഗറൂർ വഞ്ചിച്ചു കളയാതിരിക്കുക. ഇഗ്തിറാർ എന്ന് പറഞ്ഞാൽ ഇഗ്തറ, സ്വയം വഞ്ചിക്കപ്പെട്ടു എന്നാണ്. വഞ്ചിതരാകാതിരിക്കുക ബിൽ കസ്റ, ഏതിൽ? ഒരുപാടുണ്ട് എന്നതിൽ, എണ്ണം കൂടുതലുണ്ട് എന്നതിൽ വഞ്ചിതരാകാതിരിക്കുക. ചിലപ്പോ ഒരുപാട് ആളുകൾ ഷർറിന്റെ ആളുകളായിരിക്കും. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. വഇൻ തുതി, നീ അനുസരിക്കുകയാണെങ്കിൽ, അക്സറ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ, ഭൂമിയിലുള്ള അധികം ആളുകളെയും നീ അനുസരിക്കുകയാണെങ്കിൽ, യുദില്ലുക അൻ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ പിഴപ്പിച്ചു കളയും, തെറ്റിച്ചു കളയും. ഓക്കെ, അതുപോലെ നിന്നെ ഹബീസിന്റെ ധാരാളിത്തം അത് അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ.
ഹബീസ് ഒരുപാടുണ്ട് എന്നതിൽ നമുക്ക് എന്ത് തോന്നരുത്, അത്ഭുതം തോന്നരുത്. ഇവരൊക്കെ ഇപ്പോ അങ്ങനെ തെറ്റിലാവുമോ, ഇവരൊക്കെ പഴിച്ചു പോവുമോ എന്നൊരിക്കലും ചിന്തിക്കരുത്. മറിച്ച് ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള മാനദണ്ഡം ഖുർആനും സുന്നത്തുമാണ്. ഒരിക്കലും അത് എണ്ണമല്ല, ആളുകളുമല്ല. ഒരാളെ കണ്ടിട്ട് അയാളെങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ആ കാര്യം ശരിയായിരിക്കും തെറ്റായിരിക്കും എന്ന് ഒരാളെ കൊണ്ട് ഹക്കിനെ അളക്കരുത്. മറിച്ച് ഹക്ക് കൊണ്ട് ആളുകളെ അളക്കുക, ഹക്ക് കൊണ്ട് ആളുകളെ അളക്കുക. ഖുർആനും സുന്നത്തും വെച്ചിട്ട് ആളുകളെ അളക്കുക. അയാൾ നിസ്കാരമൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ, എന്നാ പിന്നെ നമ്മളങ്ങനെ നിസ്കരിച്ചാൽ മതി എന്നല്ല. പിന്നെയോ ആ നമസ്കാരം കൊണ്ട് അവനാണ് വിലയിരുത്തേണ്ടത്, അവനാണ് വിലയിരുത്തേണ്ടത്. എന്ത് നമസ്കാരത്തിൽ അവന് പാളിച്ചുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഇന്നതുപോലെ എല്ലാ കാര്യങ്ങളും ആൾ ദീനിൽ ഉള്ള ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ വീഴ്ച വരുത്തുന്നു എന്നത് ആ കാര്യത്തെ അങ്ങനെ മനസ്സിലാക്കരുത്, മറിച്ച് ആളെ മനസ്സിലാക്കണം. ഹക്ക് കൊണ്ട് ആളുകളാണ് അളക്കണം, ആളുകളെ കൊണ്ട് ഹക്കിനെ അളക്കാൻ പാടില്ല. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണത്. ആദമുൽ ഇഖ്തിറാരി ബിൽ കസ്റ, കസ്റത്ത് കൊണ്ട് വഞ്ചിതരാകാതിരിക്കുക. വഅദമുസ് സുഹ്ദി ഫിൽ ഖില്ല, അതുപോലെ സുഹദില്ലാതിരിക്കുക. ഫിൽ ഖില്ല, ഏതിൽ കുറച്ചേ ഉള്ളൂ എന്നതിൽ. സുഹദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം താല്പര്യമില്ലായ്മയാണ്. വിരക്തി നിന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ദുനിയാവിനോടുള്ള സുഹദ്, ദുനിയാവിനോട് വിരക്തി കാണിക്കുക, താല്പര്യമില്ലായ്മ കാണിക്കുക. സഹദ ഫീ എന്ന് ഒന്നിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ആ കാര്യത്തിനോട് താല്പര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. സഹദ ഫീ എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ നോക്ക്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിൽ നിന്ന് എടുത്ത ആളുകൾ, ആ പോകുന്ന യാത്രാ സംഘം, അവർ വെള്ളം കോരാൻ വേണ്ടി തൊട്ടി കിണറ്റിലിട്ടപ്പോൾ കുട്ടിയെ കണ്ടു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരെടുത്തു കൊണ്ടുപോയി. അള്ളാഹു പറഞ്ഞു, വശറൗഹു ബിസമനിൻ ബഖ്സിൻ, അവർ യൂസുഫ് നബിയെ വിറ്റുകളഞ്ഞു. ബിസമനിൻ ബഖ്സിൻ, വളരെ തുച്ഛമായ വിലക്ക്. ദറാഹിമ മഅദൂദ, എണ്ണാൻ പറ്റിയ കുറച്ച് ദിർഹമിന് അവർ വിറ്റു. എന്താണ് കാരണം? വകാനൂ ഫീഹി മിനസ് സാഹിദീൻ, വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. അവർ യൂസുഫിന് ഒരു വില കണ്ടിരുന്നില്ല, അവർക്ക് അത്ര ഒരു താല്പര്യം തോന്നിയില്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ. എന്നാൽ വാങ്ങിയ ആൾക്ക് വളരെ താല്പര്യം തോന്നി. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വഖാല അല്ലദി ഇശ്തറാഹു മിൻ മിസ്ര ലിംറഅതിഹി അക്രിമി മസ്വാഹ് അസാ അൻ യൻഫഅനാ വ നത്തഖിദഹു വലദാ. മിസ്റിന്ന് വാങ്ങിയ ആൾ ഭാര്യയോട് പറഞ്ഞു, നന്നായി നോക്കണം, ഈ കുട്ടി നമുക്ക് ഉപകാരപ്പെടും, ഇത് നമുക്ക് മോനെ പോലെ വളർത്താം എന്നൊക്കെ പറഞ്ഞു. വിറ്റ ആളുകൾ വില കണ്ടിരുന്നില്ല. വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. ഇവിടെ അല്ലാഹു സുഹദ് എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വില കണ്ടില്ല, വില കുറിച്ച് കണ്ടു എന്ന അർത്ഥത്തിൽ. അപ്പോൾ വില കുറിച്ച് കാണാതിരിക്കുക, ആദമുസ് സുഹദ്, വില കുറിച്ച് കാണാതിരിക്കുക. ഫിൽ ഖില്ല, ഏതിനെ? കുറച്ച് ആളുകളുള്ളൂ എന്നതിനെ വില കുറച്ച് കാണാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന കാര്യത്തിൽ. എന്നാൽ ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹക്കിന് വിജയം നൽകിയേക്കാം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഒരുപാട് അനുയായികളെ കൊടുത്തു. അത് റസൂലുള്ളാഹിക്ക് ഫضലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ശ്രേഷ്ഠതയാണത്. അല്ലാഹു അത് എടുത്തു പറയുകയും ചെയ്തു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് റഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ദീനിൽ ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. നീ അപ്പോൾ അല്ലാഹുവിന് തസ്ബീഹും തഹ്മീദും നടത്തുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് കൂടുതൽ അനുയായികൾ ഉള്ളത് എന്നത് റസൂലുള്ളാഹിക്കുള്ള ഒരു ശ്രേഷ്ഠതയാണ്. അത് അല്ലാഹു ശ്രേഷ്ഠതയായി ചിലപ്പോൾ ആക്കിയേക്കും. നോക്കൂ, നിങ്ങൾ ചില മുൻഗാമികളെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഹക്ക് സ്വീകരിച്ചതിന്റെ പേരിൽ. ഖുർആൻ അള്ളാഹുവിന്റെ പടപ്പല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ. പക്ഷേ അവിടുന്ന് മരണപ്പെട്ടപ്പോൾ മയ്യിത്ത് നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു എന്നാണ്. 8 ലക്ഷത്തോളം ആളുകൾ വന്നു എന്നൊക്കെ ചില റിവായത്തുകളുണ്ട്. നമുക്ക് ഇന്റർനെറ്റും വാട്സപ്പും ഒന്നും ഇല്ലാത്ത കാലത്താണിത്. ആളുകൾ അറിഞ്ഞറിഞ്ഞ് സുന്നത്തിന്റെ മഹാനായ ഇമാമിന് വേണ്ടി ദുആ ചെയ്യാൻ, നമസ്കരിക്കാൻ ആളുകൾ വരികയാണ്.
അള്ളാഹു നൽകിയ. ഇമാം ബുഖാരിയുടെ ചരിത്രത്തിൽ കാണാം റഹിമഹുല്ലാഹ്. അവിടുന്ന് ഒരു നാട്ടിലേക്ക് ചെല്ലുകയാണ്. ആ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ 2000-ഓളം ആളുകൾ കുതിരപ്പുറത്ത് മാത്രം ഉണ്ടായിരുന്നു ഇമാം ബുഖാരിയെ സ്വീകരിക്കാൻ. കുതിരപ്പുറത്ത് മാത്രം വന്ന ആളുകളുടെ കണക്കാണ്. എത്രയാണ്? 2000-ഓളം ആളുകൾ. എന്താണ്? ഹദീസിന്റെ ഒരു ഇമാമാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന അത് പഠിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞ ആളുകൾ സ്വീകരിച്ചു. അങ്ങനെയുള്ള ചില ഇൽമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സമയത്ത് ബറക്കത്ത് നൽകിയേക്കും. അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയാണ്. പക്ഷേ ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള മാനദണ്ഡമായി ഒരിക്കലും എന്തിനെ കണക്കാക്കരുത്? എണ്ണത്തെ കണക്കിലെടുക്കാൻ പാടില്ല. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ആളുകൾ കൂടും കുറയും. ഖിയാമത്ത് നാള് ഇന്നോട് അടുത്താൽ ഹക്കിന്റെ ആളുകൾ കുറഞ്ഞു വന്ന് തീരെ ഇല്ലാതാകും. അതിന് കുറച്ചു മുമ്പ് ലോകം മുഴുവൻ ഹക്കിന്റെ ആളുകൾ ആകുന്നുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലത്തൊക്കെ ഇതൊക്കെ അള്ളാഹുവിന്റെ സുന്നത്തും മിൻ സുനനില്ലാഹ്, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽപ്പെട്ട ചില നടപടിക്രമങ്ങൾ മാത്രം അതവൻ നടപ്പിലാക്കും. അവൻ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. നോക്കൂ നിങ്ങൾ, നബിമാർക്ക് എങ്ങനെയാണ്? നബിമാർക്ക് പോലും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുസ്ലിം ആകുന്നതിന് മുമ്പ് അവിടുന്ന് ഷാമിലായിരിക്കുമ്പോൾ ഹിറഖിൽ അബൂ സുഫിയാനെ വിളിപ്പിച്ചു. ഹിറഖിൽ ക്രിസ്ത്യാനിയായ രാജാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അബൂ സുഫിയാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഈ നബിയെ കുറിച്ച് അറിയാൻ വേണ്ടി. അബൂ സുഫിയാൻ പറഞ്ഞു കൊടുത്തു. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, നിങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായോ? ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നത്? അപ്പൊ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹർബു സിജാലുൻ, അൽ ഹർബു സിജാൽ, ഹർബു സിജാല നനാലു മിൻഹും വയനാലൂന മിന്നാ. ചിലപ്പോൾ നമ്മൾ ജയിക്കും, ചിലപ്പോൾ അവരും ജയിക്കും. അങ്ങനെയാണ്. ബദറിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു വലിയ വിജയം കൊടുത്തു. എന്നാൽ ഉഹദിൽ മുസ്ലിങ്ങൾ താൽക്കാലികമായി പരാജയപ്പെട്ടു. അബൂ സുഫിയാൻ പറഞ്ഞത് സത്യമാണ്. സിജാലാണ് യുദ്ധം, ഞങ്ങളും ജയിക്കുന്നു അവരും ജയിക്കും. അവസാനം പല ചോദ്യങ്ങളും ചോദിച്ചു. അതിൽപ്പെട്ടതാണ് ആരാണ് പിൻപറ്റുന്നത്? സാധാരണക്കാരാണോ, ദുർബലരാണോ, പണക്കാരാണോ? അതുപോലെ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിലേക്ക് വിശദീകരിച്ച് കടക്കുന്നില്ല, ചില ക്ലാസ്സുകളിൽ നമ്മളത് പറഞ്ഞതാണ്. അവസാനം ഹിറഖിൽ പറഞ്ഞു, അതെ അങ്ങനെ തന്നെയാണ് നബിമാരുടെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കും. ചിലപ്പോൾ യുദ്ധത്തിൽ അവരെന്താവും, ചിലപ്പോൾ പരാജയപ്പെടും. അള്ളാഹു അങ്ങനെ പരീക്ഷിക്കാറുണ്ട്. ഇത് നബിമാർക്ക് പോലും ഇങ്ങനെയാണ്. അത് അള്ളാഹുവിന്റെ നടപടിക്രമം പോലെ ദുനിയാവിൽ ളുഹൂർ ഉണ്ടാകും, ഇല്ലാതിരിക്കും. കായികമായ വിജയം അല്ലെങ്കിൽ ആളുകളുടെ വർധനവ് ഉണ്ടാകും, ഉണ്ടാകാതിരിക്കും. പക്ഷെ ഹക്ക് തീരുമാനിക്കാനുള്ള മാനദണ്ഡം ഒരിക്കലും അതല്ല. വഅദമു സുഹ്ദി ഫിൽ ഖില്ല, കുറവുണ്ട് എന്നതിനോട് എന്ത് കാണിക്കരുത്? വില കുറച്ച് കാണിക്കരുത്, അതിനോട് വിരക്തി കാണിക്കരുത്. ഇതുവരെയാണ് നമ്മൾ വായിച്ചത്. അസ്സാദിസ അശറ, 16ാമത്തത് അർറുഖ്സതു ഫിർറുഖിയതി മിനൽ ഐനി വൽ ഹുമ. അർറുഖ്സ എന്താണ്? റുഖ്സ ഇളവുണ്ട്. ഫിർറുഖിയ മന്ത്രിക്കുക എന്നത്. മിനൽ ഐനി വൽ ഹുമ, എന്തിലൊക്കെ? ഐൻ കണ്ണേറിനും, അതുപോലെ ഹുമ, ഹുമ എന്താണ് ഞാൻ അർത്ഥം പറഞ്ഞു? പനിയല്ല, ഇവിടെ വിശന്തി ഉണ്ടുക പോലുള്ള കാര്യത്തിൽ റുഖിയ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം അത് ഈ ഹദീസിലുള്ള പാഠമാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ള പാഠമാണ്. സഈദ് ഇബ്നു ജുബൈറിനോട് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞ ഹദീസിലുള്ളത്. എന്നാൽ മറ്റുള്ള ഹദീസുകളിൽ അതല്ലാത്ത രോഗങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഖുർആൻ ഓതി മന്ത്രിച്ചത് എമ്പാടും തെളിവുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ രോഗത്തിലായിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തു കൊടുത്തത്. അതുപോലെ സഹാബത്ത് ചങ്ങലയിൽ കിടന്ന ഒരു ഭ്രാന്തന് 3 ദിവസം ഫാത്തിഹ ഓതി മന്ത്രിക്കുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചങ്ങലയിൽ നിന്ന് മോചിതനാവുകയും ചെയ്തത്. ഇങ്ങനെ തെളിവുകൾ എമ്പാടും ഉണ്ട്. കണ്ണേറും വിഷം തീണ്ടിയതും അല്ലാത്തതിനും അതല്ലാത്ത പ്രശ്നങ്ങൾക്കും റുഖിയ ചെയ്യാമെന്നത്. ഇനി അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരാതിരിക്കാൻ ചെയ്യാം, വരുന്നതിന് മുമ്പ് തന്നെ. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും ചെയ്തു കൊടുത്തിട്ടുള്ളത് പോലെ വഈദുകുമാ ബികലിമാത്തില്ലാഹി തഅമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ.
അങ്ങനെ ഇസ്തിആദത്തായിക്കൊണ്ട് ചെയ്യാവുന്നതാണ്, കയ്യിലൂതി തടവാകുന്നതാണ്. السابع عشر 17 عمق علم السلف. عمق علم السلف. സലഫ് ആരാണ്? മുൻഗാമികൾ. അവരുടെ ഇൽമിന്റെ ഉമുഖ്. ഉമുഖ് എന്താണ്? ആഴം എന്നാണ് ഉമുഖിന്റെ അർത്ഥം. ഉമുഖ് ആഴത്തിൽ, അമീഖ് ആഴത്തിലുള്ള കാര്യം. സലഫിന്റെ ഇൽമിന്റെ ആഴം, മുൻഗാമികളുടെ അറിവിന്റെ ആഴം എത്രയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന്, ഈ റിവായത്തിൽ നമുക്ക് കിട്ടും. ലിഖൗലിഹി, കാരണം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഖദ് അഹ്സന മൻ ഇൻതഹാ ഇലാ മാ സമിഅ വലാകിൻ കദാ വകദാ. സഈദ് ഇബ്നു ജുബൈർ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാനോട് ചോദിച്ചില്ലേ, എന്താ ഇന്നലെ വിശന്തി എന്തിട്ട് നിങ്ങൾ മന്ത്രിക്കാനുള്ള കാരണം? അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു റിവായത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണത്? ഹുമ ഐൻ, കണ്ണേറും വിശന്തി ഉണ്ടല്ലോ, ഇതിനാണ് ഏറ്റവും ഫലപ്പെടുക. ഏത്? റുഖ്യ. അതിലേ റുഖ്യ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനാണ് ഏറ്റവും ഫലപ്പെടുന്ന റുഖ്യ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. സഈദ് ഇബ്നു ജുബൈർ ഉടനെ പറഞ്ഞു കൊടുക്കുക, ഖദ് അഹ്സന മൻ ഇൻതഹാ ഇലാ മാ സമിഅ, താൻ കേട്ടെടുത്ത് നിർത്തിയവൻ നല്ലത് ചെയ്തിരിക്കുന്നു, വളരെ നല്ലതാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇങ്ങനൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണ്? റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കലാണ് ഖൈർ എന്ന ഹദീസ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോ? ഇല്ല. അത് മുൻഗാമികളുടെ ഇൽമിന്റെ ആഴമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഫഅലിമ അന്നൽ ഹദീസൽ അവ്വൽ, സഈദ് ഇബ്നു ജുബൈർ അറിഞ്ഞു, അന്നൽ ഹദീസൽ അവ്വൽ, ആദ്യം പറഞ്ഞ ഹദീസ്, റുഖ്യ അനുവദിച്ചുകൊണ്ടുള്ള ഹദീസ്, ലാ യുഖാലിഫു സാനി, രണ്ടാമത്തെ ഹദീസിന് ഒരിക്കലും എതിരല്ല. രണ്ടാമത്തെ ഹദീസിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? റുഖ്യ ആവശ്യപ്പെടാതിരിക്കലാണ് ഖൈർ എന്നേ വന്നിട്ടുള്ളൂ. ആവശ്യപ്പെടൽ പോലും പാടില്ലാത്ത കാര്യമല്ല. അപ്പൊ സ്വയം ചെയ്യൽ ഒരിക്കലും പാടില്ലാത്ത കാര്യമല്ല. അപ്പൊ നോക്ക്, ചില ആളുകൾക്ക്, ഫഹ്മ് കുറഞ്ഞ ആളുകൾക്ക്, മനസ്സിലാക്കാനുള്ള ശേഷിയും ഇൽമിന്റെ ആഴവും കുറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ എന്ത് തോന്നും, അത് രണ്ടൊപ്പം ശരിയല്ലല്ലോ, പറഞ്ഞത് എന്താണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ വൈരുദ്ധ്യമാണെന്ന് തോന്നും. പക്ഷേ സലഫിന്റെ ഇൽം അത് വളരെ ശ്രേഷ്ഠകരമായ ഇൽമാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ഫദ്ലു ഇൽമി സലഫി അല ഇൽമിൽ ഖലഫ്. ഫദ്ലു ഇൽമി സലഫി അല ഇൽമിൽ ഖലഫ്. സലഫിന്റെ വിപരീതമാണ് ഖലഫ്. സലഫ് മുൻഗാമികൾ, ഖലഫ് പിൻഗാമികൾ. മുൻഗാമികളുടെ ഇൽമിന്റെ ശ്രേഷ്ഠത ആരുടെ ഇൽമിനേക്കാളും? പിൻഗാമികളുടെ ഇൽമിനേക്കാളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻഹു, ഒരു വർഷവുമില്ല അതിനുശേഷം വരുന്ന വർഷം അതിനേക്കാളും മോശമായിട്ടല്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, ലാ അഖൂൽ ആമുൻ അംസറു മിൻ ആം, ഞാൻ പറയുന്നത് എന്തല്ല, കഴിഞ്ഞ വർഷത്തെക്കാളും ഇനി വരുന്ന വർഷം മഴ കുറവായിരിക്കും, കൃഷി കുറവായിരിക്കും, അതല്ല ഞാൻ പറയുന്നത്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് എന്താണ്? വലാകിൻ ദഹാബു ഉലമാഇകും വഖിയാരികും, മറിച്ച് നിങ്ങളുടെ ഉലമ, പണ്ഡിതന്മാർ, നല്ല നല്ല ഉലമാക്കൾ, അവരൊക്കെ മരിച്ചു പോകും. കഴിഞ്ഞ ഉലമാക്കളെക്കാൾ ഒരിക്കലും ഇൽമു കൂടുകയില്ല ആർക്ക്? ഇനി വരുന്ന ആളുകൾക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പറയാറുള്ളത്, അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ഇൽമു എടുത്തോളൂ, അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ഇൽമു എടുത്തോളൂ. ഇന്ന് തന്നെ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഉലമ, അവരുടെയൊക്കെ പ്രായം അധിക പേരുടെയും 80-ലധികം എത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാൻ, അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫളഹുമുല്ലാഹ്, അവരുടെയൊക്കെ പ്രായം നോക്കൂ നിങ്ങൾ, 80 കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും ഈ ഉമ്മത്തിന് അവരെ കൊണ്ടുള്ള ഉപകാരവും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നോക്ക്, അവരുടെ കാര്യം തന്നെ ഇങ്ങനെയാണ്. ഇനി സഹാബത്തിനെ തന്നെ നോക്ക്, സഹാബത്തിനേക്കാളും താബിഅകളെക്കാളും ഇൽമു കൂടുതൽ ആർക്കാണ്? സഹാബത്തിനാണ്. തബഉ താബികളെക്കാളും ഇൽമു കൂടുതൽ ആർക്കാണ്? താബിഅകൾക്കാണ്. പക്ഷേ റിവായത്തുകൾ നോക്കൂ, അവർ സംസാരിച്ച കാര്യം നോക്കൂ നിങ്ങൾ. സഹാബത്ത് സംസാരിച്ച കാര്യത്തിനേക്കാളും കുറെ അധികം സംസാരം നമുക്ക് കിട്ടും ആരുടേത്? താബികളുടേത്. അതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടും ആരുടേത്? തബഉ താബികളുടെ എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കേണ്ട
ഇവർക്കാണ് അവരെക്കാട്ടും ഇൽമു കൂടുതലെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നോക്ക് നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന് അവിടുത്തെ ഹദീസുകൾ എത്രയാണ്? വളരെ കുറവാണ്. ഹദീസുകൾ കൂടുതൽ റിവായത്ത് ചെയ്ത സഹാബത്തിനേക്കാളും. ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത 7 സഹാബിമാർ, അവരിൽ ആരില്ല? അബൂബക്കർ സിദ്ദീഖ് ഇല്ല, ഉമർ ഇല്ല, ഉസ്മാൻ ഇല്ല, അലി ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ ഇവരെക്കാൾ ഇൽമു കുറവാണെന്നാണോ? അല്ല, ഇൽമു കൂടുതലാണ്. ഇൽമു കൂടുതലാണ്. മറിച്ച് അവരുടെ സംസാരം, അവരുടെ ഹദീസുകൾ കുറയാനുണ്ടായ ഒരു കാരണം എന്താണ്? ഒരു കാരണം അവർക്ക് ഇൽമു കൂടുതലായതുകൊണ്ടാണ്. രണ്ടാമത്തെ കാരണം, അവർ ഇൽമു കുറഞ്ഞ ആളുകളെ കണ്ടിട്ടില്ല, അധികം ആളുകളെ. കാരണം അവരൊക്കെ സഹാബത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ജീവിച്ചത്, അങ്ങനെ തന്നെയാണ് വഫാത്തായി പോയത്. പക്ഷെ ബാക്കിയുള്ള ആളുകളെ നോക്ക്, അധികം ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബത്ത് അവർ ആരുമായി കണ്ടുമുട്ടി? താബികളെ കൂടുതൽ കണ്ടുമുട്ടി, നബിയെ കാണാത്ത ആളുകൾ. അപ്പൊ അവർക്ക് ഇൽമ ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ സഹാബിമാരിൽ അധിക പേരും താമസിച്ച സ്ഥലവും അതിന് കാരണമായിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലായിരുന്നു താമസിച്ചത്. ആളുകൾ എമ്പാടും വരുന്ന സ്ഥലമാണ് ഇവിടെ മദീന. മദീന സന്ദർശിക്കാൻ, മസ്ജിദ് നബവിയിൽ നിന്ന് നിസ്കരിക്കാൻ ആളുകൾ അങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് ഹദീസ് വർദ്ധിച്ചിട്ടുണ്ട്, ആളുകൾ കൂടുതൽ വരും. അതുപോലെ അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസുകൾ നാനാഭാഗത്തേക്കും ചെന്നു. ഇങ്ങനെയൊക്കെയാണ് കാരണം, സംസാരം കൂടിയതിന്റെ കാരണം. അതല്ലാതെ അവർക്ക് ഇൽമു കുറവായത് കൊണ്ടല്ല. അതുപോലെ തന്നെയാണ് കാലം കഴിയുന്നതിന് സംസാരവും എഴുത്തും ഒക്കെ കൂടും, പക്ഷെ ഇൽമു എന്താണ്? കുറഞ്ഞു വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറയുകയും ചെയ്തു. ഇന്നകുമുൽ യൗമ ഫീ സമാനിൻ കസീറുൻ ഉലമാഉഹു ഖലീലുൻ ഖുതബാഉഹു. നിങ്ങൾ ഒരു കാലത്താണ് ജീവിക്കുന്നത്. സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? കസീറുൻ ഉലമാഉഹു, ആലിമീങ്ങൾ, ഇൽമുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഖലീലുൻ ഖുതബാഉഹു, എന്നാൽ പ്രാസംഗികന്മാർ വളരെ കുറവാകുന്നു. വസയഅതി മിൻ ബഅദു സമാനുൻ, ഇനി ഒരു കാലം വരാനിരിക്കുന്നു. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? ഖലീലുൻ ഉലമാഉഹു, ഉലമാ വളരെ കുറവായിരിക്കും. കസീറുൻ ഖുതബാഉഹു, പ്രാസംഗികന്മാർ വളരെ അധികം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, ആരാണ് പ്രാസംഗികൻ? ആരാണ് ആലിം? ഇൽമ് ആരുടെ പക്കലാണുള്ളത്? ആരുടെ അടുത്താണ് വെറും എന്താണ് സംസാരം മാത്രമുള്ളത്, വായാടിത്തം മാത്രമുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൽമ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ കാര്യം മനസ്സിലാക്കിയാൽ വലിയ ഉപകാരം ഉണ്ടാവും ജീവിതത്തിൽ. ആരാണ് വെറും അവന്റെ വാക്ചാതുരി മാത്രം പ്രയോഗിക്കുന്നത്? ആരാണ് ഖാല അല്ലാഹ് വഖാല റസൂലുഹു എന്ന് പറയുന്നത്? അതാണ് ഇൽമ്. ഇൽമ് എന്താണ്? ഖാല അല്ലാഹു ഖാല റസൂലുഹു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് ഇൽമ് എന്ന് പറയുക. അത് മാത്രമാണ് സ്വതന്ത്രമായ ഇൽമ്. ബാക്കി ഇജ്മാ അതെന്തല്ല, സ്വതന്ത്രമായ ഇൽമ്. അത് നമുക്ക് ഹുജ്ജത്താകും, തെളിവാകും. പക്ഷെ ഒരിക്കലും എന്താവുകയില്ല, സ്വതന്ത്രമായ തെളിവല്ല. അത് ഖിയാസ്, അത് സ്വതന്ത്രമായ തെളിവല്ല. സ്വതന്ത്രമായ തെളിവ് ഖുർആനും ഹദീസുമാണ്. അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂല് പറഞ്ഞു എന്നതാണ്. അതിലേക്കാണ് അല്ലാഹു നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചിട്ടുള്ളത്. തറക്തു ഫീകും ശൈഅൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേക്കാണ് അല്ലാഹു അവന്റെ റസൂൽ നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും ഫഅലമു. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഉത്തരം നൽകുക അല്ലാഹുവിനും അവന്റെ റസൂലിനും. അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് ജീവിതം നൽകുന്ന ഒരു കാര്യത്തിലേക്ക്. അപ്പോൾ അല്ലാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്നതാണ് ഇൽമ്. ഇതാരാണ് പറയുന്നത്? ആരാണ് ഇത് പറയാത്തത്? വേറെ എന്തൊക്കെയോ പറയുന്നത് നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. ആരുടെ പക്കലാണ് ഇൽമുള്ളത്? ആരുടെ പക്കലാണ് സംസാരം മാത്രമുള്ളത്? അള്ളാഹു അതിന് നമ്മൾ സഹായിക്കുമാറാകട്ടെ. മുൻഗാമികളുടെ ഇൽമിന് ഉള്ള ശ്രേഷ്ഠത ഒരിക്കലും പിൻഗാമികളുടെ ഇൽമിന് ഇല്ല, ഒരിക്കലുമില്ല. അതുണ്ടാവുകയുമില്ല. ഇൽമ് കുറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസം കഴിയുന്നവരും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നത്തേനേക്കാൾ നാളെ കുറവായിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുക.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുൻഗാമികളുടെ ഇൽമ് ആഴത്തിലുള്ളതായതുകൊണ്ട് അവർ മനസ്സിലാക്കി രണ്ടാമത്തെ ഹദീസ് ആദ്യത്തെ ഹദീസിനെതിരാവുകയില്ല. ഏതുപോലെ നോക്ക് നിങ്ങൾ, ഇമാം ബുഖാരിയുടെ ചില തലക്കെട്ടുകൾ ചില ആളുകൾ ഇമാം ബുഖാരി വിമർശിക്കാൻ അത് കാരണമാക്കിയിട്ടുണ്ട്. ഇതെന്താണ് തലക്കെട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ കൊടുത്ത ഹദീസിന്. പലപ്പോഴും ഈ ആളുകൾ സഹീഹുൽ ബുഖാരി വായിക്കുന്ന എങ്ങനെയാണ്, ഒന്നുകിൽ സഹീഹുൽ ബുഖാരി എടുക്കും, എന്നിട്ടൊരു അറബി മലയാളം ഡിക്ഷണറി എടുക്കും, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി മാത്രം അങ്ങനെ തന്നെ ചില ആളുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതെടുക്കും. എന്നിട്ട് ചില പള്ളികളിലൊക്കെ ഇരുന്ന് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ഒക്കെ വായിക്കുന്ന ആളുകളാണ് തീരുമാനിക്കുക ഹദീസ് സഹീഹോ ദഈഫോ ആണ്. സഹീഹ് മുസ്ലിമിലെ ഒരു പള്ളിയിൽ നിന്ന് സഹീഹ് മുസ്ലിമിന്റെ പരിഭാഷ എടുത്ത് വായിക്കുന്ന ഒരാൾ വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് കേട്ട ആളുകളോട് നമ്മളോട് പറഞ്ഞതാണ്, ഈ ഹദീസ് ശരിയല്ല, ഇത് തെറ്റാണ്. ആ ആള് ഒരു ഡോക്ടറായിരുന്നു, ഒരു പള്ളിയിൽ സുബ്ഹിന് ശേഷം വായിക്കുന്ന ആളാണ്. സഹീഹ് മുസ്ലിം ആരെടുത്ത് പരിഭാഷപ്പെടുത്തിയത് വായിക്കുന്ന ആളുകളാണ്. ഇതാണ് ജനങ്ങളുടെ സ്ഥിതി. ആ കിതാബ് ഒന്ന് അറബിയിൽ അങ്ങനെ തന്നെ, അത് എഴുതിയ ഭാഷയാണല്ലോ അറബി, അതിൽ വായിച്ച് മനസ്സിലാക്കാൻ കൂടി പറ്റാത്ത ആളുകൾ. ഹദീസ് അങ്ങനെ ഹദീസ് എന്ന് തെറ്റാതെ അറബിയിൽ എഴുതാൻ കൂടി അറിയാത്ത ആളുകൾ. ഹദീസ് എന്ന് അക്ഷരം തെറ്റാതെ അറബിയിൽ എഴുതാൻ കൂടി പറ്റാത്ത ആളുകൾ. ഖുർആൻ എന്ന് തെറ്റാതെ ഉച്ചരിക്കാൻ വരെ പറ്റാത്ത ആൾ. ഖുർആൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഹദീസിനെ ഒക്കെ തള്ളിക്കളയുന്ന ഒരാള്, നമ്മുടെ നാട്ടിലെ ആളാണ്. അയാൾ ഉച്ചരിക്കാൻ ഖുർആൻ എന്നാണ്. അയാൾ പറയുന്നത് എന്താണ്, ഖബർ ശിക്ഷയില്ല, ഹദീസുകളെ കുറിച്ചൊക്കെ സംസാരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ആളുകളുടെ സ്ഥിതി. പിന്നെ ജനങ്ങളുടെ സ്ഥിതി എന്താണ്, അന്നാസു കുല്ലുഹും അഅദാഉ മാ ജഹിലൂ. അറബിയിൽ ഒരു ചൊല്ലുള്ളത് പോലെ ജനങ്ങളൊക്കെ അവർക്കറിയാത്തതിന്റെ ശത്രുക്കളാണ്. അവർക്കറിയാത്തത് കേട്ടാൽ ഉടനെ അവർ ചാടും, ഇതെന്താണ് നമ്മളിതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഹക്കിനോട് ആളുകൾക്ക് ദേഷ്യം പിടിക്കും. ഇതൊക്കെ വലിയ മുസീബത്തുകളാണ്, കിബറാണ്, ഇതൊക്കെ അഹങ്കാരമാണ്, അള്ളാഹുവിനോടുള്ള ഇനാദാണ്. ഒരിക്കലും പാടില്ല. നമുക്ക് അറിവില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് വലിയൊരു അറിവ്. അറിവില്ലായ്മ എന്നത് വലിയൊരു അറിവാണ്. ഇബ്നു ഉമറിൽ നിന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്, നിസ്ഫുൽ ഇൽമി ലാ അദ്രി, നിസ്ഫുൽ ഇൽമി ലാ അദ്രി, അറിവിന്റെ പകുതിയാകുന്നു ഞാൻ അറിയില്ല എന്ന കാര്യം. കാരണം അവൻ പഠിക്കും. അതിനാണ് ജഹൽ ബസീത്ത് എന്ന് പറയുക. ബസീത്തായ ജഹൽ, അറിയില്ല എന്നുള്ള അറിവ് അവനുണ്ട്. മറ്റത് ജഹൽ മുറക്കബാണ്, തെറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട് അവൻ. അറിവില്ല എന്ന കാര്യം അവൻ അറിയില്ല, അതുകൊണ്ട് തന്നെ അവൻ ഹക്ക് പഠിക്കാൻ തയ്യാറാവുകയില്ല, ഹക്ക് ആളുകൾ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. ആളുകളുടെ മണ്ണും കോലും ഒക്കെ നോക്കിയിട്ട് അവൻ ഹക്ക് സ്വീകരിക്കുള്ളൂ. ശരിയല്ല. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തത് അസാമിന അശറ. ഇമാം ബുഖാരിയുടെ ഇതുപോലുള്ള തലക്കെട്ടുകൾ അറബിയിൽ ആ ഹദീസ് വായിക്കാൻ അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ ഷറഹ് മുൻഗാമികൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹ് ബുഖാരിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും ഇബ്നു ഹജർ അൽ അസ്ഖലാനി വളരെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇൽമിയായ മറുപടിയാണ്, അല്ലാതെ ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള മറുപടിയല്ല. ഇബ്നു ഹജറിന് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇബ്നു ഹജറിനെ അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇബ്നു ഹജറിന്റെ ആരുമല്ല ഇമാം ബുഖാരി. മുസ്ലിമാണെന്നുള്ള ഉഖുവത്തുണ്ടെന്നല്ലാതെ, നമുക്കൊക്കെ ഉള്ള പോലെ ഹുബ്ബുണ്ടെന്നല്ലാതെ, അതല്ലാതെ എന്തല്ല ആ മദ്ഹബിന്റെ അറിയപ്പെട്ട ആളോ ഒന്നുമല്ല, ഒരിക്കലുമല്ല. പക്ഷെ നന്നായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും നല്ല വിശദീകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി. ആ കിതാബിന്റെ പ്രത്യേകത, അതിനു മുമ്പുള്ള കിതാബുകളിൽ നിന്നുള്ള ഇൽമൊക്കെയും ഈ ഫത്ഹുൽ ബാരിയിലുണ്ട്. സഹീഹുൽ ബുഖാരിക്ക് മുമ്പ് എഴുതപ്പെട്ട വിശദീകരണങ്ങളിലുള്ള ഇൽമു മുഴുവൻ ഇതിലുണ്ട്. പിന്നെ എഴുതപ്പെട്ട വിശദീകരണങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം ഈ ഫത്ഹുൽ ബാരിയെ ആശ്രയിച്ചിട്ടുമാണ്. പിന്നീട് എഴുതപ്പെട്ട വിശദീകരണങ്ങൾ അധികവും ഫത്ഹുൽ ബാരിയെ ആശ്രയിച്ചിട്ടാണ്. മുൻപുള്ള വിശദീകരണങ്ങളോ അതിലുള്ളതൊക്കെ ഇബ്നു ഹജർ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് ഇബ്നു ഹജർ അത് പൂർത്തിയാക്കിയപ്പോൾ ഇബ്നു ഹജർ എന്ത് ചെയ്തു, ആളുകളെ കുറിച്ചിട്ട് നല്ലൊരു ഭക്ഷണം കൊടുത്തു ആ സന്തോഷത്തിന്. ഫത്ഹുൽ ബാരി പൂർത്തിയാക്കിയപ്പോൾ ആളുകളൊക്കെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് കൊടുത്തു എന്നാണ്. അസാമിന അശറ, 18ാമത്തത് ബുഅ്ദു സലഫി അൻ മദ്ഹിൽ ഇൻസാനി ബിമാ ലൈസ ഫീഹി. ബുഅ്ദു സലഫ്, സലഫിന്റെ അകന്നു നിൽക്കൽ,
സലഫ് എത്രമാത്രം അകൽച്ചയിലായിരുന്നു അൻ മദ്ഹിൽ ഇൻസാൻ, ഒരു മനുഷ്യനെ പുകഴ്ത്തുക എന്നതിൽ നിന്ന്. ബിമാ ലൈസ ഫീഹ്, എന്തിൽ നിന്ന്? ബിമാ ലൈസ ഫീഹ്, അവനിൽ ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ, അവനിൽ ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ പുകഴ്ത്തുക എന്നതിൽ നിന്ന് സലഫ് അകന്നിരുന്നു. അതിനുള്ള തെളിവാണ് ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഇന്നലെ ആ നക്ഷത്രം വീഴുന്നത് കണ്ടിരുന്നു, പക്ഷെ ഞാൻ എന്തായിരുന്നില്ല, സ്കരിക്കുകയായിരുന്നില്ല. കാരണം അവർ പേടിക്കുകയാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആയത്തിൽ അവർ പെട്ടുപോകും. തങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണവർ എന്ന് അള്ളാഹു അഹ്ലി കിതാബിനെ ഇകഴ്ത്തിക്കൊണ്ട് അവരാക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടുപോകുമോ എന്നവർ പേടിക്കുകയാണ്. ചെയ്തത് തന്നെ മറച്ചു വെക്കുന്ന ആളുകളാണവർ, ചെയ്തത് തന്നെ മറച്ചു വെക്കുന്ന ആളുകളാണ്. മുൻഗാമികളായ പലരുമുണ്ട്, അവർ ഖുർആൻ ഓതും, ആളുകൾ കണ്ടാൽ അവർ പുതപ്പിനടിയിലേക്ക് ഖുർആൻ വെക്കുമായിരുന്നു, പുതപ്പിനുള്ളിലേക്ക് ഖുർആൻ വെക്കുമായിരുന്നു എന്നൊക്കെ ചില മുൻഗാമികളെ കുറിച്ച് പറഞ്ഞത് കാണാം. അത്രയും അമലുകൾ അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കിയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. 19 ഖൗലുഹു അൻത മിൻഹും, ഖൗലുഹു അൻത മിൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവനാണ്. ഇത് ആരോടാണ് പറഞ്ഞത്? അയ്യോ, ഉക്കാശ ഇബ്ൻ മെഹ്സൻ, ഉക്കാശ ഇബ്ൻ മെഹ്സൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതെന്താണ്? ആലമുൻ, അത് അടയാളമാകുന്നു. ആലം, കൊടിയുണ്ടല്ലോ, പതാക, അതിനെന്ത് പറയും? ആലം എന്ന് പറയും. ആലം, അടയാളം, കൊടിയടയാളം എന്ന് പറയും. അടയാളമാണ്. മിൻ അലാമിൻ നുബുവ, നുബുവത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് എന്ന് പറഞ്ഞാൽ പിൻഗാമികളുടെ ഭാഷ ഉപയോഗിച്ചാൽ ഒരു മുഅ്ജിസത്താണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ വഹീനാൽ, അള്ളാഹുവിന്റെ വഹീനാൽ എന്തു പറഞ്ഞു? നീ അവരിൽ പെട്ടു, നീ അവരിലാണ് എന്ന് ഉക്കാശയോട് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ അടയാളമാണ്. അല്ലാതെ ഒരാൾക്ക് ഒരിക്കലും അത് പറയാൻ സാധിക്കുകയില്ല, നീ അവരിൽപ്പെട്ടവനാണെന്ന് പറയാൻ സാധിക്കില്ല. പ്രതീക്ഷിക്കാനേ പറ്റുകയുള്ളൂ, പ്രതീക്ഷിക്കാനും ദുആ ചെയ്യാനുമേ പറ്റുകയുള്ളൂ. നീ അവരിൽപ്പെട്ടവനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഉക്കാശയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി അങ്ങനെ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി ഇങ്ങനെ ഒരു കിണറ്റിന്റെ അടുത്തിരിക്കുകയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഒരു കിണറ്റിന്റെ കരയിൽ റസൂൽ ഇരിക്കുകയാണ്. കിണറ്റിലേക്ക് ഇങ്ങനെ കാലിട്ടിട്ട് ഇരിക്കും. അപ്പോൾ അവിടെ കയറാൻ ഒരു വാതിലുണ്ട് അവിടെ. അപ്പോൾ ഈ സഹാബി പറഞ്ഞു, ഒരാൾ വരികയാണ്, വാതിൽ ഇങ്ങനെ തുറക്കാൻ നോക്കുന്നുണ്ടോ? അപ്പോൾ ചോദിച്ചു, ആരാണ്? അബൂബക്കറാണ്. ഇദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അബൂബക്കർ യസ്തഅ്ദിൻ, അബൂബക്കർ അനുമതി ചോദിക്കുന്നു തുറക്കാൻ, കയറാൻ അനുമതി കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്സൻഹു വബശ്ശിർഹു ബിൽ ജന്ന, കയറാൻ അനുവാദം കൊടുക്ക്, സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്ക് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് ഇത് കേട്ടു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കയറി കിണറ്റിൽ അവിടെ കരക്ക് റസൂൽ ഇരുന്നത് പോലെ ഇരുന്നു. കാല് ഉള്ളിലേക്ക് നീട്ടിയിട്ട് കുറച്ച് തുണി ഇങ്ങനെ കയറ്റിയിട്ട് മുട്ട് പുറത്തായിട്ടുണ്ട്, അതുപോലെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇത് സഹീഹ് ബുഖാരിയിലുള്ളതാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് വന്ന് അനുമതി ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പോയി നോക്കി, ആരാണ്? ഉമറാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഉമർ യസ്തഅ്ദിൻ, ഉമർ അനുമതി ചോദിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഇഅ്സൻഹു ഇഅ്സൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന, അനുവാദം കൊടുക്കൂ, സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കും. ഉമർ അതേപോലെ ചെയ്തു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അപ്പുറത്ത് വന്നിരുന്നു. അബൂബക്കർ ഇപ്പുറത്തും ഉമർ അപ്പുറത്ത്, ഇതേപോലെ കാല് അകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് തുണി കയറ്റിട്ട്. പിന്നീട് ഒരാൾ അനുമതി ചോദിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഹാബി വീണ്ടും പറഞ്ഞു, ഉസ്മാൻ അനുമതി ചോദിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇദൻ ലഹു, അനുവാദം കൊടുക്കും, വബശ്ശിർഹു ബിൽ ജന്ന അലാ ബൽവ തുസീബുഹു, അവിടുത്തേക്ക് അനുമതി കൊടുക്കുക, സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്തയും അറിയിക്കുക, ചില പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഉണ്ടായതിനു ശേഷം അതിനു മുകളിലായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടായ പ്രയാസങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഖവാരികൾ വന്ന് തടഞ്ഞു, കൊലപ്പെടുത്തിയൊക്കെ ചെയ്തല്ലോ.
അപ്പൊ ഇത് പോയി ഉസ്മാൻ ബിൻ അഫ്ഫാനോട് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കയറുമ്പോ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലാഹുൽ മുസ്തആൻ, അൽഹംദുലില്ലാഹ് അള്ളാഹുവാണ്, അള്ളാഹുവിനോടാണ് സഹായം തേടാനുള്ളത് എന്ന് വന്നു. ഉസ്മാൻ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുണി താഴേക്കാക്കി, മുട്ട് എന്താക്കി മറച്ചു. കാരണം എന്താണ്, വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഇതുപോലെ റസൂലുള്ളാഹിന്റെ തുട വെളിവായിരുന്നു. അബൂബക്കർ ഉമർ വന്നപ്പോൾ അങ്ങനെ തന്നെ കടന്നു. ഉസ്മാൻ വരുമ്പോൾ താഴ്ത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക, മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളുടെ അരികിൽ ഞാൻ ലജ്ജിക്കണ്ടേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങേറ്റം ലജ്ജയുള്ള ആളായിരുന്നു. റളിയല്ലാഹു അൻഹു വളരെ ലജ്ജയുള്ള ആളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. അപ്പൊ ഉസ്മാൻ വന്നപ്പോ ഇവിടെ ഈ കിണറ്റിന്റെ അടുത്തേക്ക് കയറി. പക്ഷെ ഇരിക്കാനവിടെ സ്ഥലമില്ല, ഇരിക്കാനവിടെ സ്ഥലമില്ല. കിണറ്റിന്റെ ഭാഗത്തൊക്കെ ഇവർ മൂന്നാളിരുന്ന് സ്ഥലം തരുന്നു. ഉസ്മാൻ ഒന്ന് മാറിയിരുന്നു. നോക്കി, ഈ ഹദീസിൽ എന്തുകൊണ്ട് 3 പേർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഇമാം സുഹരി റഹിമഹുല്ലാഹ്, താബിഈയായ ഇമാം സുഹരി ഹദീസ് റിവായത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ആ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? 3 പേരുടെയും ഖബറിനെയാണ്. 3 പേരുടെ ഖബർ ഇങ്ങനെയാണ്. നോക്ക് നിങ്ങൾ, അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് ആരെ കിടത്തിയിട്ടുള്ളത്? അബൂബക്കർ. പിന്നെ ആരെ? ഉമർ. ഉസ്മാൻ അവിടെയാണോ? അല്ല, ഉസ്മാൻ അവിടെ അല്ല. എന്നതുപോലെയാണ് ഉസ്മാൻ അവിടെയല്ല കിടത്തിയിട്ടുള്ളത്. പക്ഷേ സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പറഞ്ഞു. ഈ ഇരുത്തം പോലെയാണ് എന്തായത്, അവരുടെ പിന്നീട് ഖബറായിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമറിനെ കട്ടിൽ കൊണ്ടുവച്ചപ്പോൾ, ഇതും സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ സ്പർശിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, ഉമറിന്റെ ശരീരം അവിടെ ഉണ്ട്, റഹിമക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് തരട്ടെ. ഉമറിന്റെ ശരീരം നോക്കി പറയാം, ഞാൻ നിങ്ങളുടെ 2 കൂട്ടുകാരുടെ അടുത്ത് തന്നെ ഖബറടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ ധാരാളം കേൾക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദഹബ്തു അന വഅബൂബക്കർ വഉമർ, ഖറജ്തു അന വഅബൂബക്കർ വഉമർ, ഞാനും അബൂബക്കർ ഉമറും പോയി, ഞാനും അബൂബക്കർ ഉമറും വന്നു, ഞാനും അബൂബക്കർ ഉമറും. അങ്ങനെ റസൂലുള്ളാഹി ധാരാളം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളും അവിടെ തന്നെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അതാരായിരുന്നു? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒക്കെ നിങ്ങൾ അലി ഇബ്നു അബി ത്വാലിബ് ഉമറിനെ അബൂബക്കർ എത്ര ബഹുമാനിച്ചിരുന്നു എന്നാണ് അതിൽ നമുക്ക് വ്യക്തമാകുന്നു. റാഫിദികൾക്കുള്ള മറുപടിയാണത്, ഷിയാക്കൾക്കുള്ള മറുപടിയാണത്. അലി ഇബ്നു അബി ത്വാലിബ് നമ്മൾ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തുണ്ട്. അത് നബിയാണ് എന്നതിന്റെ അടയാളമാണ്. മറ്റൊരാൾക്കത് സാധ്യമല്ല, മറ്റൊരാൾക്കും അത് സാധ്യമല്ല. അൽ-ഇശ്റൂൻ 20ാമത്തേത് ഫളീലത്തു ഉക്കാശ. ഫളീലത്തു ഉക്കാശ നമ്മൾ മുൻപ് പഠിച്ച ഹദീസിൽ നിന്ന് വ്യക്തമാണ് ഉക്കാശത്ത് ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ ഫളീല, ശ്രേഷ്ഠത. കാരണം വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളിൽ ആര് പെട്ടു? ഉക്കാശ ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടു. നമ്മൾ മുൻപ് കുറച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ് ഉക്കാശയെ കുറിച്ച്. അവിടുന്ന് ഇസ്ലാമിലേക്ക് മുൻപേ കടന്നു വന്നിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുൻപേ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആദ്യ കാലത്ത് തന്നെ ആര് വന്നിട്ടുണ്ട് ഇസ്ലാമിലേക്ക്? ഉക്കാശ വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ മറ്റൊരു പ്രത്യേകതയായി കിതാബുകളിൽ കാണാം, മിൻ അജ്മലിർ റിജാൽ, നല്ല ഭംഗിയുള്ള ആളായിരുന്നു. ആര്? ഉക്കാശ. കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്. ചില സഹാബിമാരെ കുറിച്ച് അങ്ങനെ പ്രത്യേകം വന്നിട്ടുണ്ട്. അവരിൽപ്പെട്ട ആളാണ് ദിഹ്യത്തുൽ കൽബി. ദിഹ്യ അൽ കൽബി റളിയല്ലാഹു അൻഹു. ദിഹ്യയുടെ വേഷത്തിലാണ്, രൂപത്തിലാണ് ജിബ്രീൽ വരാറുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയും ദിഹ്യയും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ നബി ആയിഷ ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിച്ചത്? റസൂൽ ചോദിച്ചു, നീ കണ്ടോ? ആ കണ്ടു, ദിഹ്യയും സംസാരിക്കായിരുന്നു. ആ ദിഹ്യല്ല, പിന്നാരാ? ജിബ്രീലായിരുന്നു. വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ വേറെയും ആളുകൾ കണ്ടിട്ടുണ്ട്. ആരെ? ദിഹ്യയെ കണ്ടിട്ടുണ്ട്. ദിഹ്യ കാരണം നല്ല ഭംഗിയുള്ള സഹാബിയാണ്. ആ വേഷത്തിലാണ് ജിബ്രീൽ വരാറുണ്ടായിരുന്നത്. റസൂലുള്ളാഹ് പല രാജാക്കന്മാരുടെ അടുത്തേക്കും ദൂതനായും അയക്കാറുണ്ടായിരുന്നത് ആരെയാണ്? ദിഹ്യയാണ്. അപ്പൊ ദിഹ്യ, ഉക്കാശ, പിന്നെ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു,
മറ്റൊരു അറിയപ്പെട്ട സഹാബിയാണ് ജരീർ ഇബ്നു അബ്ദില്ലാഹ് അൽ ബജലി. അവിടുത്തെ കുറിച്ചും കാണാൻ വളരെ ഭംഗിയുള്ള ആളായിരുന്നു, വളരെ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഉക്കാശ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖാലിദ് ഇബ്നുൽ വലീദിന്റെ കൂടെ ഹിജ്റ 12ാമത്തെ വർഷം ഖാലിദ് ഇബ്നു വലീദിന്റെ കൂടെ മുർത്തദ്ദുകളോട് യുദ്ധം ചെയ്യുമ്പോഴാണ് കൊല്ലപ്പെട്ടത്. മുർത്തദ്ദുകളോട് യുദ്ധം ചെയ്യുമ്പോഴാണ് ഉക്കാശത്ത് ഇബ്നു മെഹ്സൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുള്ളത്. തുലൈഹത്തുൽ അസദി എന്ന് പറയുന്ന ആളാണ് കൊലപ്പെടുത്തിയത്. പക്ഷെ തുലൈഹ പിന്നീട് മുസ്ലിമായിട്ട് ഷഹീദുമായി. തുലൈഹ അവിടുന്ന് പിന്നീട് ഷഹീദായി ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ഇബ്നു അബി വഖാസിന്റെ കൂടെ ഖാദിസിയ ഉമറിന്റെ കാലത്ത് നടന്ന യുദ്ധം ഖാദിസിയ നസറാനികളോട്, അതിൽ ഷഹീദായി. ആര്? ഇദ്ദേഹത്തെ കൊന്ന തുലൈഹ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അജബാകും. അജബ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ അജബാകുക എന്നുള്ളതല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്നാലാണ് അജബാവുക, അത്ഭുതമാവുക. അള്ളാഹു അജബാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു കാര്യവും അപ്രതീക്ഷിതമല്ല. പക്ഷേ സാധാരണ നടക്കാത്തൊരു കാര്യം നടന്നാലാണ് അള്ളാഹുവിന്റെ അജബ് ഉണ്ടാവുക. അവന്റെ ജലാലത്തിന് അളമത്തിന് യോജിച്ച അജബ്. അള്ളാഹു അജബാകുന്നു. ആരെക്കുറിച്ച്? ഒരാളെ കുറിച്ച്. അയാൾ കൊല്ലപ്പെടും ഷഹീദായി. എന്നിട്ട് ഈ ശത്രുവായിരുന്ന ആൾ പിന്നീട് മുസ്ലിമാകും, അദ്ദേഹം കൊല്ലപ്പെടും. എന്നിട്ട് രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ ഇദ്ദേഹത്തെയും പ്രതീക്ഷിക്കുന്നത്, തുലൈഹത്തുൽ അസദി. ഇതാണ് ഉക്കാശ ഇബ്നു മെഹ്സനിന്റെ ചരിത്രം. ഉക്കാശ ഇബ്നു മെഹ്സൻ ഇബ്നു ഹുർസാൻ അൽ അസദി, അസദ് ഗോത്രത്തിലായിരുന്നു അദ്ദേഹം. അൽഹാദിയ വൽ ഇശ്റൂൻ എത്രാമത്തേതാണ്? 21ാമത്തെ ഗുണപാഠം ഇസ്തിഅമാലുൽ മആരീൽ, സംസാരത്തിൽ മആരീൽ ഉപയോഗിക്കുക എന്ന കാര്യം. മആരീൽ എന്ന് പറഞ്ഞാൽ മിഅറാബ് എന്നതിന്റെ ബഹുവചനമാണ് മആരീൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ മറുപടി എന്താണ്? ഒരാളും കൂടി വന്ന് ചോദിച്ചില്ല, എന്നെയും കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ റസൂൽ എന്താണ് പറഞ്ഞത്? സബഖക ബിഹാ ഉക്കാശ മറികടന്നു. ഇതുപോലുള്ള സംസാരത്തിനാണ് മിഅറാബ് മആരീൽ എന്ന് പറയുക. അതായത് യഥാർത്ഥ കാരണം അതല്ല, ഉക്കാശ മുൻപേ പോയത് കൊണ്ടല്ല ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. എന്നാൽ അത് സത്യം തന്നെയാണ്, ഉക്കാശ മുൻപേ പോയിട്ടുണ്ട്. ഇങ്ങനെ കളവ് പറയാതിരിക്കാൻ വേണ്ടി, ആളുകളെ വിഷമിപ്പിക്കരുത്. അദ്ദേഹത്തോടില്ല, എനിക്കിന് ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? മനസ്സിന് വിഷമമുണ്ടാക്കുക, ആളുകളുടെ മുന്നിൽ നിന്ന് കൂടിയാണ്. അങ്ങനെ മനസ്സിന് വിഷമം ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്ക് കളവ് പറയാൻ പാടില്ല. നമുക്ക് വലിയ തെറ്റാണ്, കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞാൽ പിന്നെ അവനെ ഒന്നിനും കൊള്ളുകയില്ല. കളവ് പറയാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനത്തെ മിഅറാബ് എന്ന് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ മാത്രം. ഇതുപോലെ ഒരിക്കലും കളവല്ലാത്ത കാര്യം, എന്നാൽ യഥാർത്ഥ കാരണം അതല്ല. സബഖക ബിഹാ ഉക്കാശ, എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ അതിൽ പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, മറിച്ച് എന്ത് പറഞ്ഞു? ഉക്കാശ മുൻപേ പോയി. ഇങ്ങനെയുള്ള വാക്കിനാണ് മിഅറാബ് എന്ന് പറയുക. അതായത് യഥാർത്ഥ കാരണം അതല്ല, പക്ഷെ അതെന്താണ്? സത്യം തന്നെയാണ്, കാര്യം സത്യം തന്നെയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറയാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള മിഅറാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പരലോകത്ത് പറയില്ല, ഞാൻ 3 കളവ് പറഞ്ഞു പോയി, അതുകൊണ്ട് ഒരിക്കലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ അള്ളാഹുവിങ്കൽ നിങ്ങൾ വിചാരണക്കെടുക്കാൻ ശഫാഅത്ത് ചെയ്യണമെന്ന് ആളുകൾ പറഞ്ഞു ചെല്ലുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞിട്ടാണ് ഒഴിയുന്നത്? ഞാൻ എൻ്റെ ഹയാത്തിൽ 3 കളവുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് മിഅറാബാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതൊരു കളവാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ്
ഇബ്രാഹിമും ഭാര്യയായ ആരാണ്? സാറയും. ഹാജർ ഭാര്യയല്ല, പിന്നെ അടിമയാണ്. സാറയും കൂട്ടി യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ജബ്ബാർ ആയ, ഒരു സ്വേച്ഛാധിപതിയായ, ദുഷ്ടനായ ഒരാളുടെ നാടിലൂടെ കടന്നു പോകാൻ ഇടയായി. അപ്പൊ ആളുകൾ പോയി ഈ ആളോട് പറഞ്ഞു കൊടുത്തു, ഇബ്രാഹിമിന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ട്, ഭംഗിയുള്ള സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇയാൾ ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം നബിയോട് ഇവർ വന്ന് ചോദിച്ചു, ഇത് ആരാണ്? ഇബ്രാഹിം പറഞ്ഞു, ഇതാരാണ്? ആരാണെന്ന് പറഞ്ഞു? പെങ്ങളാണെന്ന് പറഞ്ഞു, ഒഹ്താണെന്ന് പറഞ്ഞു. അതെന്തിനാണ്? കാരണം ഒന്ന്, ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ ചില കാരണങ്ങൾ പറയും, ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇവന്റെ ദുഷ്ടത്തിന് ചിലപ്പോൾ കൂടും, എന്നാ പിന്നെ ഇവനെ കൊന്നിട്ട് ബാക്കി ശരിയാക്കാം എന്ന് ചിലപ്പോൾ തീരുമാനിച്ചേക്കും. അങ്ങനെ കൂടുതൽ ദുർറ് ഉണ്ടാകാനിടയുണ്ട് ഭർത്താവെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് പറഞ്ഞു? സഹോദരിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം അലൈഹി, അത് യഥാർത്ഥത്തിൽ ഒരു ഈ മിഅ്റാജിന്റെ കണക്കിലാണ് പെടുക, കളവാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്റെ സഹോദരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചോദിച്ചാൽ നീ അത് എന്നെ കളവാക്കരുത്, കളവാണെന്ന് പറയണ്ട. കാരണം ഇന്ന് ദുനിയാവിൽ മുഅ്മിനായിട്ട് ഞാനും നീ അല്ലാതെ വേറെ ആരുമില്ല. മുഅ്മിനായി ഈ ദുനിയാവിൽ ആരില്ല, ഞാനോ നീയോ അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ഉഖുവത്തുൽ ഈമാൻ അതവിടെ ഉണ്ട്, ഈമാനിന്റെ സാഹോദര്യം വേറെ ഒരാളുമില്ല എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇതിനാണ് എന്ത് പറയുക? മിഅ്റാജ്. ഈ മിഅ്റാജിനൊരു ഉദാഹരണമാണ് അത്. വിശാലാർത്ഥത്തിൽ നോക്കിയാൽ അത് ശരി തന്നെയാണ്. എന്നാൽ ആ സമയത്ത് ചില ഭാഗത്തൂടെ നോക്കിയാൽ കളവാണെന്ന് തോന്നിയേക്കും. അതൊരിക്കലും നമ്മൾ വ്യാപകമായി ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല. മനസ്സിലായില്ലേ? ഹിമക്ക് ചുറ്റും മേയിച്ചടക്കുന്നത് പോലെ ആയിപ്പോവും, കളവിലേക്കെത്താൻ സാധ്യതയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, سمعت رسول الله صلى الله عليه وسلم يقول إن الحلال بين وإن الحرام بين وبينهما أمور مشتبهات لا يعلمهن كثير من الناس فمن اتقى الشبهات فقد استبرأ لدينه وعرضه وما وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك أن يرتع فيه ألا وإن لكل ملك حمى ألا وإن حمى الله محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسد الجسد كله ألا وهي القلب. നുഅ്മാൻ ഇബ്നു ബശീർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടു, ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട്. ഹലാലിനോടും സാദൃശ്യം ഉണ്ടാകും, ഹറാമിനോടും സാദൃശ്യം ഉണ്ടാകും. ചില ഭാഗത്തോട് ചിന്തിച്ചാൽ കുഴപ്പമില്ലാന്ന് തോന്നും, ചില ഭാഗത്തോട് ചിന്തിച്ചാൽ ഹറാമാണെന്ന് തോന്നും. അല്ലെങ്കിൽ വളരെ മുഅ്തമിദുകളായ, വളരെ വിശ്വസ്തരായ ചില ഉലമാക്കൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കാര്യത്തിൽ ചിലർ പറയുന്നു ഹറാമാണ്, ചിലർ പറയുന്നു കുഴപ്പമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല എന്താണ്? ഒഴിവാക്കലാണ്. അങ്ങനെ ഒഴിവാക്കിയവൻ തന്റെ അഭിമാനവും ദീനും കാത്തിരിക്കുന്നു, രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ രണ്ടിനോട് സാദൃശ്യമുള്ള കാര്യങ്ങളിൽ അതിൽ ചാടുന്ന ആൾ, അത് ചെയ്യുന്ന ആളുകൾ ആരെ പോലെയാണ്? ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം, ഒരു തോട്ടം, അവിടെ കയറാൻ പാടില്ല എന്നാണ്. അവിടെ കന്നുകാലികളെ മേയ്ക്കാൻ പാടില്ല, കയറാൻ പാടില്ല. അതിന്റെ ചുറ്റും ഒരാൾ കന്നുകാലികളെ മേയ്ച്ചടക്കാൻ എന്തിനു സാധ്യതയുണ്ട്? ഇവൻ അറിയാതെ അതിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ലികുല്ലി മലികിൻ ഹിമ, എല്ലാ രാജാക്കന്മാർക്കും ഇതുപോലെ ഒരു ഹിമ ഉണ്ട്, സംരക്ഷിതമായ ഏരിയ, അങ്ങോട്ട് കടക്കാൻ പാടില്ല. അലാ വ ഇന്ന ഹിമല്ലാഹി, അല്ലാഹുവിനുമുണ്ട് അങ്ങനെയുള്ള ഹിമ. മഹാരിമു, അല്ലാഹുവിന്റെ ഹിമ എന്താണ്? അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ, അതിൽ കടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അടുത്തേക്ക് പോകാതിരിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു ഹറാമുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞത്, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹാ, അത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണ്. അതെന്ത് അതിരാണ്? ഹറാമായ അതിർ. അതില് മുറിച്ചടക്കരുത് എന്നല്ല പറഞ്ഞത്. മുറിച്ചടക്കരുത് എന്ന് പറഞ്ഞ വേറെ ആയത്തുകളുണ്ട് ഖുർആനിൽ, ഫലാ തഅതദൂഹ, അത് കടക്കരുത് എന്നാണ്. എന്നാൽ ഹറാമ് പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്? ഫലാ തഖറബൂഹ, അതിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനത്തെ മിഅ്റാജൊക്കെ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നല്ലത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ആവാമെന്നാണ് ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്, പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്.
മിഅ്റാജ്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടിയിലും അതുണ്ട്. ഒക്കെ ആശ മറികടന്നു പോയി. അദ്ദേഹത്തോട് പിന്നെ ചോദിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്കില്ല എന്ന് പറയാതിരിക്കാനുള്ള കാരണം, ചില പണ്ഡിതന്മാർ പറഞ്ഞു ചിലപ്പോൾ ആ ചോദിച്ച ആൾ ശരിയായ ഈമാനില്ലാത്ത ഒരാളായിരിക്കാം, മുനാഫികളുടെ കൂട്ടത്തിലോ മറ്റോ പെട്ട ഒരാളായിരിക്കാം, അല്ലാഹു അഅലം. അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കുകയില്ല ഉക്കാശയെ പോലെ. ഇനി അതുമല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം ചോദിച്ചാൽ പിന്നെ അടുത്താൾ വരും അങ്ങനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിനും പ്രശ്നം പരിഹരിച്ച വാതിൽ അങ്ങ് അടച്ചു കളഞ്ഞു. സബഖക ബിഹാ ഉക്കാശ താങ്കളെ മറികടന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥ കാരണം അതല്ലെങ്കിലും അതും ഒരു കാരണം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മിഅ്റാജ് എന്ന് പറയും. ഇപ്പോൾ 21ാമത്തെ മസല എന്താണ്? ഇസ്തിഅമാലുൽ മആരിദ് ഉപയോഗിക്കൽ. അതിനെക്കുറിച്ചൊരു ചെറിയ വിശദാംശം നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടും. മാരിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. കളവല്ല, എന്നാൽ അത് ദയാർത്ഥമുള്ള ഒരു പ്രയോഗമാണ്. രണ്ടർത്ഥം ഉണ്ടാവും. വിദൂരമായി ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിടെ ചിന്തിച്ചാൽ അതും ഒരു കാരണമായിരിക്കും. അസാനിയ വൽ ഇശ്റൂൻ, അവസാനത്തെ 22ാമത്തെ മസ്അല, ഹുസ്നു ഖുലുഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നു ഖുലുഖ്, ഏറ്റവും നല്ല സ്വഭാവം. റസൂലുള്ളാഹിന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് റസൂലുള്ളാഹിന്റെ മറുപടിയിലുള്ളത്. ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിപ്പിക്കാറുണ്ടായിരുന്നില്ല. പരമാവധി റസൂലുള്ള വിഷമിപ്പിക്കുമായിരുന്നില്ല. അദ്ദേഹത്തോട് ഇല്ല, നിനക്കില്ല എന്ന് പറഞ്ഞല്ല അയച്ചത്. ഉക്കാശ മറുപടി കടന്നുപോയിന്നാണ്, അപമാനിക്കാത്ത മറുപടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നു ഖുലുഖിനെ കുറിച്ച് എമ്പാടും പറയാനുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ റസൂലുള്ളാഹിക്ക് 10 വർഷം സേവനം ചെയ്തു, ഖാദിമായിരുന്നു. ഫമാ ഖാല ലി ഉഫിൻ ഖത്തു, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ഉഫ് എന്ന് പറഞ്ഞിട്ടില്ല. വലാ ലി ശൈഇൻ സനഅതുഹു ലിമ സനഅത, ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല. വലാ ലി ശൈഇൻ തറക്തുഹു ലിമ തറക്ത, ഞാൻ ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കരുത്തിട്ടില്ല. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖാ, അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്നവരിൽ, അവിടുത്തെ ഇത്തിബാഅ് ചെയ്യുന്നവരിൽ, അങ്ങനെ തന്നെ ആ ഇത്തിബായിലായിക്കൊണ്ട് മരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.